നമ്മളിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ കൂടിന്റെ തന്നെ ചെയ്യുന്നത്. എടുക്കുന്ന ആ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ട് അതിന് മുമ്പോട്ടുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ അവരെ കൂടെ നിന്നിട്ടൊന്ന് തേനെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് കറക്കി തേനെടുത്തിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ തേൻ കുറവുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം ഉണ്ട്, രണ്ടാമത്തെ റൗണ്ട് കറക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എന്തായാലും ഒരാഴ്ച വ്യത്യാസത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാര വളർത്തിക്കൊണ്ടുവരുന്നതെന്നും എങ്ങനെയാണ് ആ കൂട്ടിൽ നിന്ന് തേനെടുക്കുന്നതെന്നും ഒക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. വലിയ വലിയ കർഷകരെ ഉദ്ദേശിച്ചുള്ളതല്ല. എല്ലാവർക്കും വീണ്ടും തേനീച്ച വളർത്തലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൂട് നമ്മളിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ കൂടിൻ്റെ തന്നെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെട്ടിയിടുന്ന വീഡിയോ കാണിച്ചു. അത് ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നാമത്തെ വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ സൂപ്പർ വെക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അത് അഞ്ചാമത്തെ വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മൾ അതേ കൂട്ടിൽ നിന്ന് തന്നെ തേനെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ അടിഭാഗമൊക്കെ ചെക്ക് ചെയ്ത് റാണി സെല്ലുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് അടിഭാഗമൊക്കെ ക്ലിയർ ആക്കി വെക്കുകയാണ്. അടിഭാഗം ചെക്ക് ചെയ്യുന്ന റാണി സെല്ലുകൾ നീക്കം ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മൾ ഫുള്ള് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ പോവാണ്. അതുകൊണ്ട് തേനെടുക്കുന്ന ആ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ട് അതിന് മുമ്പോട്ടുള്ള ഭാഗങ്ങളൊക്കെ, അടിഭാഗം ചെക്ക് ചെയ്യുന്ന ഭാഗമൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ചു വിടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. റാണി സെല്ലൊക്കെ നീക്കം ചെയ്ത് അടിഭാഗം ക്ലിയർ ആക്കി. എന്നിട്ട് നമ്മൾ മുകളിലത്തെ തട്ട് വെച്ചിട്ട് അതിൽ നിന്ന് തേനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈച്ചകളെയൊക്കെ ഒന്ന് താഴേക്ക് നീക്കം ചെയ്യുകയാണ്. ഇത് നമ്മുടെ പുതിയ സ്റ്റുഡൻസ് ആണ് രണ്ടുപേരും. അപ്പോൾ അവരെ കൂടെ നിന്നിട്ടൊന്ന് തേനെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വീഡിയോ ഈ ചെയ്യുന്നത് തന്നെ. സാധാരണ നമ്മൾ അടകളൊക്കെ സീലായ ശേഷമാണ് തേനെടുക്കാറുള്ളത്. എന്നാൽ ആദ്യത്തെ റൗണ്ട് ഫുള്ള് സീലാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് കറക്കി തേനെടുത്തിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അടകളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഒന്ന് വീർപ്പിച്ച് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിക്കും. ഇപ്പം നമ്മൾ ആദ്യത്തെ തട്ടിൽ തന്നെ 5 ഫ്രെയിമുകളാണ് വെച്ചിട്ടുള്ളത്. 5 ഫ്രെയിമുകളിലും അത്യാവശ്യം തേനുണ്ട്. ചില ഇതിനകത്തൊക്കെ തേൻ കുറവുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം ഒന്ന് സീലാവുന്നതിന് മുമ്പിട്ട് തന്നെ ഒന്ന് കറക്കി എടുക്കുകയാണ്. കേരളത്തിൽ പൊതുവിൽ തേൻ്റെ സീസൺ ഒരാഴ്ച ലേറ്റായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. സാധാരണ കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ആ ഭാഗങ്ങൾ പെട്ടെന്ന് തേൻ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെയും ലേറ്റായിട്ടാണ് കാണുന്നത്. ഒരു റൗണ്ട് കറക്കിയവരുണ്ട്, രണ്ടാമത്തെ റൗണ്ട് കറക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എന്തായാലും ഒരാഴ്ച വ്യത്യാസത്തിലാണ് ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഭാഗങ്ങളിൽ അവസാന സമയത്താണ് നമുക്ക് തേൻ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാലും ഒരാഴ്ച ലേറ്റായിട്ടെങ്കിലും നമുക്ക് തേൻ വരുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു കൂട്ടിൽ നിന്ന് തേനെടുക്കുന്നത് ഈ പ്രാവശ്യം. അടുത്ത ആഴ്ച തൊട്ട് തുടർച്ചയായിട്ട് തേനെടുക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ പുതിയ കർഷകരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പം എങ്ങനെയാണ് കൂട് വളർത്തിക്കൊണ്ടുവരുന്നതെന്നും എങ്ങനെയാണ് ആ കൂട്ടിൽ നിന്ന് തേനെടുക്കുന്നതെന്നും ഒക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. വലിയ വലിയ കർഷകരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല.
വെക്കട്ടെ. തേൻ ഒഴിക്കാനുള്ള മാത്രം അത് മതിയോ? അതോ വലിയ കൂടൻ പാത്രം അത് ആകത്തില്ല. ഇച്ചിരി വലിയ ചേർത്താന്ന് വെച്ചു. ആ സൈഡിലുള്ള നേരല്ല ഇനിയിപ്പർ സൈഡ്. ഇനിയിപ്പോ നമ്മൾ ഇതെടുത്ത് അപ്പുറത്ത് വെച്ചു. തേനുള്ള വശം ഇത് ചേർത്ത് വലിയ സ്പീഡൊന്നും വേണ്ട കേട്ടോ, നൈസായിട്ട് കളിക്കാം. വേണ്ട, നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് അതിലോട്ട് ഇട്ടേക്കട്ടെ സാറേ. കിട്ടും. ആനകളെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വെക്കുന്നല്ലേ അത് സാറേ? ആണീച്ചയുടെ ഉണ്ടെല്ലാം തിരിപ്പുണ്ട്. അത് മൂത്തതല്ല കേട്ടോ, അപ്പുറ സൈഡ് മൂത്തതല്ല. അത് കട്ട് ചെയ്ത് ഒരുമാതിരി പാല് മാതിരി ഈക്വൽ ഗ്യാപ്പ്. അതിനകത്ത് നാളെ എടുത്തോളൂ. അതിനകത്ത് ഈക്വൽ ഗ്യാപ്പിൽ അടകൾ വെട്ടി ഫസ്റ്റ് സൂപ്പർ കയറ്റിയപ്പോൾ നമ്മൾ 5 ഫ്രെയിം വെച്ചായിരുന്നു. രണ്ടാമത് സൂപ്പർ വെച്ചപ്പോഴും 5 ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തേനെടുത്ത ശേഷം നമ്മൾ അടിയിലത്തെ സൂപ്പർ ചേമ്പറിൽ 4 ഫ്രെയിമേ വെക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ അടകൾ വീർപ്പിച്ച് കെട്ടും. തുടർന്നുള്ള വീഡിയോകളിൽ നമ്മളത് കറക്റ്റായിട്ട് കാണിക്കാം. പക്ഷേ തേൻ വരുന്നതിന് മുമ്പേ നമ്മൾ 4 ഫ്രെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൂടൊക്കെ അവർ അടകൾ പണിത് വല്ലാതാക്കി കളയും. അതുകൊണ്ടാണ് നമ്മൾ 5 ഫ്രെയിം ആദ്യം ഇടുന്നത്. ഇത് ഇങ്ങനെ ഈ സാധനം തല ഇരിക്കുമ്പോൾ തിരിഞ്ഞു വരും. അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. അവിടെ അല്ല ആയില്ലേ നോക്ക്. റബ്ബർ ബാൻഡ് എടുക്കണം. എടുത്ത് വെച്ച് മുട്ടയും പുഴും ഇല്ലാത്ത നോക്കി പറഞ്ഞാൽ അടി വെക്കും. അതിനകത്തുണ്ട്, അത് മേളി വെക്കാം. ഇത് തട്ടോട് വെക്കുക, ഒരു തട്ടോട് വെക്കണം. ഇങ്ങോട്ട് കയറ്റി വെക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് പെട്ടിട്ട് ഗ്യാപ്പിലും കിട്ടാൻ മതി 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 മതി. കല്ല് ഞാനത് സ്റ്റെപ്പ് വെച്ചിട്ട് ഇറക്കിയതെല്ലാം കൊണ്ട് വെച്ച് കിട്ടാം. അതിൻ്റെ തല വെട്ടി കൊടുക്കാം. തല വെട്ടി ആറാണ് സാധനത്തിലൊക്കെ മാറ്റിയത്. ഓയിൽ ജെല്ലി അതിനാലോ എന്താ ധൈര്യമായിട്ട് കഴിച്ചു. ഓയിൽ ജെല്ലി വിലയുള്ള സാധനമാണ്. ഇത് ഇറക്കി വെക്കണ്ടേ സാറേ? അത് മേളി വെക്കാം. മൂന്നാമത്തെ ഏറ്റവും മണ്ടെങ്കിൽ വേലക്കാരികള് അത് എത്തണ്ട. വെട്ടണ്ടെന്ന് അടി അടി കൂട്ടി വിരല് സൂക്ഷിച്ചോണേ. അതുപോലത്തെ ഒരെണ്ണം വിരല് കയറിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് വേണ്ടേ?
നല്ല മോശമില്ലേ? അടിപൊളി. വിഷം പിടിക്കാൻ തോന്നുന്നു. എന്നാ ചെളുക്കണ്ടത് എന്താ പിടിക്കാന്ന്? എന്താണ്? കൊട്ടേഷൻ പിടിക്കാൻ തോന്നുന്നു. മറ്റേ സൈഡ് കൂടെ ആക്കിയിട്ട് കുറഞ്ഞാൽ സൈഡ് എൻ്റെ കൈ കൊണ്ട് ചെറിയതായി. ഇവിടെ കയറിക്കോട്ടെ, തല മാത്രമേ മതി 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 മതി. താഴെ ഭാഗം ഭയങ്കര ചൂടുന്നു. നിങ്ങൾ രണ്ടെണ്ണം എടുത്തോണം. അങ്ങനെ വെച്ചിട്ടേ നമ്മുടെ കയ്യിലോട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കിയോ. കഴിയണം. വെള്ളം അടിക്കാം. പോകുന്നതെല്ലാം ഞാൻ പോകും. ജസ്റ്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് പറ്റുമ്പോൾ 10 വർഷം ആയിട്ടില്ല. തുടങ്ങാനേ വർഷമായിട്ടില്ല. ഇതെങ്ങനെയാണ് എനിക്കൊരു പിടിയില്ല. ഒന്നും കുലുങ്ങുന്നില്ല, പോകുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് കയറ്റി കത്തിയാണ്. കുറേ പോയില്ലേ? കുറേ പോയി. ഞാൻ ഒഴിക്കണം. ഇതല്ല, തട്ടാനുള്ള ഇളകി തടങ്ങി ഇളക്കി അടിച്ചാൽ പണിയാണ്. വെള്ളം ഒഴിച്ചില്ലേ നോക്കുക. അതങ്ങ് പറയും കടന്നത്. അലുവ അതെടുത്ത് കെട്ടി അലുവ മുറിക്കുന്ന പോലെ അത് കെട്ടി ഒരു ഫ്രെയിം കൂടെ എടുക്കണം. ഇതുപോലത്തെ കാണാൻ പറഞ്ഞു. സൗരവാനൊന്നും എടുത്തിട്ട് വേണ്ട സാർ. ഇട്ടോ ഇടാനോ? അതിട്. ഇതിലിട്ടെ സെല്ലെല്ലാം അടച്ചതല്ലേ? തിരിച്ച് ഇതുകൂടെ ഇങ്ങനെ തിരിഞ്ഞാലും സാറ് അതല്ല, തിരിച്ചല്ലേ ശരിക്കും. അതിൻ്റെ ഇവിടെ നിന്നല്ലേ ഇങ്ങനെ താഴോട്ട് വരുന്നത്. അപ്പോൾ ഇതപ്പം മുറിച്ച് ഇത് ഈ സൈഡ് മേളിലല്ലേ വരണ്ടേ? അല്ല, അതിപ്പം തല തിരിച്ചായിരുന്നു. ഇപ്പം ഇങ്ങനെ ഈ പീസ് ഗ്യാപ്പിലിടും. ഇത് ചിരിങ്ങിട്ട് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോ ഓർത്തോണേ, ഇതാ 4. ഇത് 4 ആവാം. അങ്ങനല്ല, അത് അടിഭാഗം നിറഞ്ഞ് ഇതും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 4 ഇട്ടാൽ മതി. 4 ഇട്ടോ. മറ്റേ പീസ് ടൈൽസിന്റെ പീസ് വെച്ചിട്ട് അടുത്ത സൂപ്പർ വെച്ചിട്ട് ചൂടാൻ കിട്ടി. അടുത്ത സൂപ്പർ ചെറിയ സമയം. മറ്റേ സൂപ്പർ അതല്ല, ഇത് അതിനകത്ത് സൂപ്പർ അല്ലാതെ അടിയുണ്ട്. അതാണ് അടിയെടുത്ത് കളാ. അടിയിലൊരു പടി ഇരിപ്പുണ്ട്. അത് ഇരിക്കട്ടെ, കളഞ്ഞാൽ മതി. അത് ഇത് എടുത്ത് കളയണം. ചെറിയ ഫ്രെയിം കൊണ്ട് പോകണം മോളെ. ചെറിയ ഫ്രെയിം ഇല്ലേ? ഉണ്ട്. പേടിക്കും. ഒരു മനെ റബ്ബർ വേണം. അത് 3 റബ്ബർ ഇടുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. എല്ലാം ഇളകി പറഞ്ഞ് ഇരിക്കുക. അത് മതി, കുഴപ്പമില്ല. വെക്കട്ടെ സാറേ? ഇനി എടുത്ത് വെക്കണം. അടപ്പം കൂടെ വെച്ചു. പൊക്കി പിടിച്ചത് അടുത്ത്
സാറ് പൊക്കി വഴി യേശുവേ ക്ലിയർ. ദൈവമേ വിളിയുടെ അക്കരെ നീ ബുക്ക് പിടിച്ചോ അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ കാലം ഒടിഞ്ഞിട്ട് സിസ്റ്റർ വന്ന് നോക്കിയത് ഐസിയുലാന്ന് പറഞ്ഞിട്ട് നമ്മളെ എടുക്കാൻ വേണ്ടിട്ട് ഫ്രെയിമുകളൊക്കെ മാറ്റി ഞാൻ എല്ലാരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സിസ്റ്റർ അവിടെ ചെന്ന് കാണുമായിരുന്നു. ചെറിയ ഹോള് ഞാൻ സിസ്റ്റർ അടുത്ത ICU വന്ന് ഞാൻ അത് കഴിഞ്ഞ് ഞാനങ്ങ് 2-3 ദിവസത്തേക്ക് കോട്ടയത്തോ എവിടാണ്ട് പോയില്ലായിരുന്നു. ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത്. ഞങ്ങളുടെ സാറാണ് എല്ലാം. ഒരു ഫോട്ടോ വീഡിയോ കൊച്ചിന്റെ ഒരു വീഡിയോ സാറിന്റെ ഇല്ല സാറിന്റെ ഇല്ല സാറിന്റെ ഇല്ല എടുത്തോ എന്റെ എടുത്തോ. മറ്റേ പാത്രത്തിൽ കൊള്ളു മറ്റേ പാത്രം ഞാൻ പറഞ്ഞില്ലേ ഇത് പറ്റൂല. എന്റെ ഓലിയോ കുപ്പിയിലാക്കാന് കേട്ടോ. നിന്റെ അവിടെ കട കൊണ്ടുപോകാനൊന്നും ഇപ്പൊ ഏതായാലും വിൽക്കുന്നില്ല, ആദ്യം കിട്ടിയതല്ലേ. എല്ലാവരും ആദ്യം തേനെടുത്തതിന്റെ സന്തോഷത്തിലാണ്. ഇവിടെ 3 കൂടാണ് വെച്ചിട്ടുള്ളത്. അതിലൊരു കൂട്ടില് തേനായി വരുന്നതേ ഉള്ളൂ. ഈ തേൻ കാണുന്ന തേനെന്ന് പറയുന്നത് 2 കൂട്ടിലെ തേന, ഏതാണ്ട് ഒരു 4 കിലോളം കാണും. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.